Hello, good evening all. Today, this lecture is going to discuss about the textual activities of Song of a Dream. ഒമ്പതാം ക്ലാസ്സിലെ സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ പോയമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ, ആ ടെക്സ്റ്റിലെ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. In her dream, the poet stood in a magical wood. Have you ever been to a land of imagination in your dream? Share it with your friends. അപ്പം ആ പോയിറ്റ് നമ്മുടെ സരോജിനി നായിഡു ഒരു ഡ്രീം ലാൻഡിൽ അകപ്പെട്ടിട്ടുള്ള ഒരു ഡ്രീം കണ്ടു അല്ലേ, ഒരു വുഡ്, ഒരു മാജിക്കൽ വുഡിൽ വന്നിട്ടുള്ള ഒരു കഥയാണ് നമ്മളതിനകത്ത് കണ്ടത്. ഇതുപോലെ നിങ്ങൾക്ക് ഇതുവരെ ഇങ്ങനത്തെയൊക്കെ മാജിക്കലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൂട്ടുകാരുമായി ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങളെങ്ങനെ എഴുതേണ്ടത്? നിങ്ങൾ സ്വന്തം എഴുതേണ്ടതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഐ ഹാവ്, എനിക്കുണ്ടായിട്ടുണ്ട്. വൺസ് ഇൻ മൈ ഡ്രീം ഐ വെൻറ്റ് ടു എ പ്ലേസ് വെർ എവരി വൺ വാസ് ഹാപ്പി. ഞാനൊരു നാട്ടിൽ പോയി, എൻ്റെ സ്വപ്നത്തിൽ അവിടെ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു ലാൻഡായിരുന്നു, സങ്കടങ്ങളൊന്നുമില്ലാത്തൊരു ലാൻഡായിരുന്നു. ദേ സ്മൈൽഡ് ഓഫൺ ആൻഡ് ദേ ലുക്ക്ഡ് വിത്തൗട്ട് എനി വറീസ്. ഒരു സങ്കടമില്ലാത്ത നാടായിരുന്നു അത്. അങ്ങനത്തെ ഒരു ഡ്രീം എനിക്കുണ്ടായിരുന്നു. ദേ വെൽക്കംഡ് മീ ആൻഡ് ട്രീറ്റഡ് മീ വിത്ത് ലവ്. അവരെന്നെ വെൽക്കം ചെയ്തു, അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി ട്രീറ്റ് ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ആർ ദ സ്പിരിറ്റ്സ് ഓഫ് പീസ്, ട്രൂത്ത് ആൻഡ് ലവ് കമ്പയർഡ് ടു? സ്പിരിറ്റ്സ് ഓഫ് പീസിനെയും ട്രൂത്തിനെയും ലവിനെയും ഒക്കെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ഈസ് കമ്പയർഡ് ടു ബേർഡ്സ്, ലവ് ടു സ്റ്റാർസ് ആൻഡ് പീസ് ടു സ്ട്രീംസ്. നമ്മൾ പഠിച്ചാണ് അല്ലേ. Then question number 3, why are the spirits of truth compared to birds that sing? എന്തുകൊണ്ടാണ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ ബേർഡ്സ്, അതായത് പാട്ട് പാടുന്ന കിളികളോട് ഉപമിക്കുന്നത്? അപ്പോൾ എന്താ ആൻസർ? The spirits of truth are compared to birds that sing because they proclaim themselves like birds and sing and spread their message wherever they go. അപ്പം എന്താ, സത്യമായിട്ടുള്ള ഗാനങ്ങൾ പാടി അവരെന്ത് ചെയ്യുന്നു? എല്ലായിടത്തും അവരുടെ മെസ്സേജ് എത്തിക്കുന്നു. സോ ദേ ആർ ട്രീറ്റഡ് ആസ് ബേർഡ്സ് ഓഫ് ട്രൂത്ത്, സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് കമ്പയർ ചെയ്തിരിക്കുന്നു. ദെൻ വാട്ട് ഡസ് എ പോയറ്റ് കമ്പയർ ദ സോൾഫുൾ വിഷൻസ് ടു? കമൻറ്റ്. എന്തിനുമായിട്ടാണ് സോൾഫുൾ വിഷനിനെ എന്ത് ചെയ്തത്? താരതമ്യം ചെയ്തിട്ടുള്ളത്, കമ്പയർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാ? ദ പോയറ്റ് കമ്പയർ സോൾഫുൾ വിഷൻസ് ടു പോപ്പീസ്. അപ്പോൾ പോപ്പി ചെടികൾ, പോപ്പിയുടെ ഫ്ലവേഴ്സായിട്ടാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്? യെസ്, ദേ ഇൻടോക്സിക്കേറ്റ് ലൈക്ക് പോപ്പീസ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സിമിലേറ്റ്. അപ്പം സിമിലി. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ഇൻടോക്സിക്കേറ്റ് ലൈക്ക് പോപ്പീസ്. അവരെന്താണ്? പോപ്പീസിനെ പോലെ ഇൻടോക്സിക്കേറ്റ് ആണ് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ സിമിലി. ഇതൊരു എക്സാമ്പിളാണ്, സിമിലിക്ക് എക്സാമ്പിളാണ്. കാരണം എന്താ? ലൈക്ക് പോപ്പി ലൈക്ക് സ്പ്രാങ് എന്നാണ് കവിതയിൽ പറയുന്നത്. അപ്പോൾ ലൈക്കോ ആസ് ഉപയോഗിച്ചാൽ അത് സിമിലിക്ക് ഉദാഹരണമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഡു ദി സ്പിരിറ്റ്സ് ഓഫ് ലവ് ഡു? അതായത് സ്പിരിറ്റ്സ് ഓഫ് ലവ് എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് ഗ്യാദർ ആൻഡ് ഗ്ലീം റൗണ്ട് ദ പോയറ്റ്സ് ഡെലിക്കേറ്റ് യൂത്ത്. അവരെന്ത് ചെയ്യുന്നു? ഗ്യാദർ ആൻഡ് ഗ്ലീം, ഒരുമിച്ച് കൂടി തിളങ്ങി ഇങ്ങനെ മിന്നിത്തിളങ്ങി നടക്കുന്നു പോയറ്റിൻ്റെ നല്ല യൗവനത്തിൽ അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, ഹൗ ഡസ് എ പോയറ്റ് ക്വെഞ്ച് ഹെർ ലോങ്ങിങ്? എങ്ങനെയാണ് ക്വെഞ്ച് ഹെർ ലോങ്ങിങ്? പോയറ്റ് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ദ പോയറ്റ്സ് ക്വെഞ്ച് ഹെർ ലോങ്ങിങ് ബൈ ബെൻഡിങ് ലോ ബൈ ദ സ്ട്രീം ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ്. അപ്പം അരുവിയുടെ അല്ലേ, സ്പിരിറ്റ് ഓഫ് പീസ് ആയിട്ടുള്ള അരുവിയുടെ അടുത്ത് ചെന്ന് അതിൽ മുങ്ങിയിട്ടാണ് അല്ലേ, അതിൽ എന്ത് ചെയ്യുക, മുങ്ങിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇതുപോലുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇതുപോലുള്ളൊരു ലാൻഡിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. യെസ്. ആൻഡ് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ഈസ് എ മാജിക്കൽ വുഡ് റെഫർ ടു ഹിയർ? എന്താണ് മാജിക്കൽ വുഡ് റെഫർ ചെയ്യുന്നത്? ദ മാജിക്കൽ വുഡ് ഈസ് എൻ ഇഡിലിക് പ്ലേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മാർക്ക്ഡ് ബൈ ദ അബ്സെൻസ് ഓഫ് എനി ഈവിൾ ഓർ വൈസ്. ഒരു നമുക്ക് പറയാം ഒരു ഐഡിയൽ വേൾഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാജിക്കൽ വുഡ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ? എല്ലാം നല്ല ഇത് മാത്രമായിട്ട് നടക്കുന്ന ഒരു സൈറ്റനോ ഒരു ഈവിളോ ഇല്ലാത്ത ഒരു ഗുഡ് ലാൻഡ്, അതാണ് നമ്മുടെ മാജിക്കൽ വുഡ്. ആൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്ട് ലൈക്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്കസ് ദ റെലവൻസ് ഓഫ് സരോജിനി നായിഡൂസ് ഡ്രീം ഇൻ ദ പ്രസന്റ് സിനാരിയോ. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ അല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ സോങ് ഓഫ് എ ഡ്രീമിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സത്യവും കളങ്കങ്ങളും, അതായത് സത്യമില്ലാത്തൊരു ലോകമാണ്
ഇവിടെ ഉള്ളത് അല്ലേ, ഫുള്ളും കളങ്കമായിട്ടുള്ളൊരു ലോകം. അപ്പം ഇന്നത്തെ കാലത്ത് ശരിക്കും ഒരു മാജിക്കൽ വുഡ് പോലെയുള്ളൊരു ഒരു നാടാണ് നമുക്ക് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും സ്വപ്നം. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലേ. So you can write, Sarojini Naidu dreams of a magical imaginative land which is free from all evils. എല്ലാ സൈറ്റനിക് വേഴ്സസിൽ നിന്നും എല്ലാ തരത്തിലുള്ള പൈശാചികത്തിൽ നിന്നും മാറിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു നന്മയുള്ള ലോകമാണ് സരോജിനി നായിഡുവിൻ്റെ സ്വപ്നം. ആൻഡ് വി ആർ ഓൾസോ ഡ്രീമിങ് അബൌട്ട് ഇന്ത്യ ടു ബിക്കം ആൻ ഐഡിയൽ കൺട്രി. നമ്മളുടെ ഭാരതത്തെ ഒരു നല്ലൊരു ഐഡിയൽ രാജ്യമാക്കി മാറ്റണം എന്നുള്ളതാണ് നമ്മളുടെ സ്വപ്നം അല്ലേ. അതേപോലെ തന്നെയായിരുന്നു ഇത്. സരോജിനി നായിഡു നമുക്കറിയാം ഇൻഡിപെൻഡൻസിന് മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയെ ഇതുപോലെ ഒരു നാടാക്കി മാറ്റണം എന്നുള്ള രീതിയിലായിരിക്കും അവരന്ന് സ്വപ്നം കണ്ടത്. പക്ഷേ ഇന്നത് സാധ്യമായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. അപ്പം ദർ ഈസ് ദി ആൻസർ. യു ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്. ഞാൻ വായിച്ചിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചുതരാം. ഓക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, പക്ഷേ നിർഭാഗ്യവശാൽ, അവർ നാഷൻ റീൽസ് അണ്ടർ സെവറൽ ത്രെഡ്സ് മാരിയിങ് the ideals of truth, love and peace. Sarojini Naidu in the poem expresses her desire in the form of a dream and describes the idealized place as a magical wood in the land of sleep. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിനാരിയോയിൽ ഈ ഒരു പറഞ്ഞ പോലെയൊന്നും അല്ല നമ്മുടെ നാട് നിൽക്കുന്നത് അല്ലേ. ഒരു ഡ്രീം എന്ന കണക്ക്, ഞാൻ സ്വപ്നത്തിൽ കണ്ടൊരു ഡ്രീം എന്ന കണക്ക് അവർ പറഞ്ഞു തരികയാണ് നമുക്കിതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ, നമ്മുടെ രാജ്യം ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത് എന്നൊക്കെ അവർ അന്ന് സ്വപ്നം കണ്ട്. അവർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവരുടെ സ്വപ്നത്തെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വില കൊടുക്കുന്നില്ല. ഇൻ ഹർ ഇമാജിനേറ്റീവ് വേൾഡ് ദ അബ്സ്ട്രാക്റ്റ് വാല്യൂസ് ലൈക്ക് ആൻഡ് ഐഡിയാസ് ഓഫ് ട്രൂത്ത്, ലവ് ആൻഡ് പീസ് are clearly palpable in nature. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് പ്രകൃതിയിൽ തന്നെ നമുക്ക് സമാധാനവും സ്നേഹവും സത്യവും ഒക്കെ എന്നും വിളങ്ങുന്ന ഒരു രാജ്യമാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. They are no more just abstract ideas but perceived with proper shape and സൈസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരന്ന് കണ്ട സ്വപ്നങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ലല്ലേ. ദ ഇമാജിനേഷൻ അസ്യൂംസ് റെലവൻസ് വെൻ ഇറ്റ് ഈസ് ഇൻ്റർപ്രിറ്റഡ് ആസ് ദി പോയറ്റ്സ് വിഷൻ ഫോർ ഹർ മദർലാൻഡ്. ഷീ വാണ്ട്സ് ഹർ മദർലാൻഡ് ടു ബി എ ഡ്രീം ലാൻഡ്. അപ്പം അവർക്കിപ്പോൾ ഇപ്പോഴത്തെ പോലത്തെ ഡ്രീം ലാൻഡ് ഫ്രീ ഓഫ് വൈസസ് ആൻഡ് ഈവിൾ, എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുള്ള, എല്ലാം സൈറ്റനിക്കായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ഒരു ലാൻഡായിരുന്നു ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിച്ച സമയത്ത്. അതെല്ലാം മാറിയിട്ട് മാജിക്കൽ വുഡ് പോലെ സത്യവും സ്നേഹവും ശാന്തിയും വിളങ്ങുന്ന ഒരു രാജ്യമാണ് അവരുടെ സ്വപ്നം അല്ലേ. അപ്പോൾ അത് ഇപ്പോഴില്ല. അതുകൊണ്ട് ദിസ് ഈസ് എ റിലവൻറ്റ് പോയം. അപ്പോൾ അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയാണ് അല്ലേ. ദെൻ ആക്ടിവിറ്റി 1, റീഡ് ദ പോയം അഗെയിൻ ആൻഡ് പിക്ക് ഔട്ട് നൗൺസ് ആൻഡ് വെർബ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സർക്കിൾസ്. ആഡ് എ വേർഡ് ഓർ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഈച്ച്. അപ്പം നമ്മളോട് ഇനി പറഞ്ഞിരിക്കുന്ന ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നൗണുകളും വെർബുകളും പോയത്തിൽ നിന്നും എടുത്ത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡുകൾ വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. സ്ട്രീം ഒരു നൗണാണല്ലോ. സ്ട്രീം അരുവി അല്ലേ. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമരൂപം. നമ്മളിപ്പോൾ പേര് രാജ്യമൊക്കെ കളിക്കാറില്ലേ, പണ്ട് നെയിം പ്ലേസ് തിങ് ഒക്കെ കളിക്കില്ലേ. അതിൽ നമ്മൾ എഴുതുന്ന എല്ലാം എന്താണ്, നൗൺ എന്ന കാറ്റഗറിയിൽ വരും. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തികളാണ് വെർബുകളായിട്ട് വരുന്നത് അല്ലേ. അപ്പം അത്തരം പ്രവൃത്തികളെയും അതേപോലെ തന്നെ നൗണുകളെയും ആ സർക്കിളിലേക്ക് എടുത്തെഴുതുക. എന്നിട്ട് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഓരോ വാക്കുകൾ എടുത്തെഴുതാം. അപ്പം ഈ നൗൺ ഉണ്ടല്ലോ, നമ്മളെ നാമത്തിനെ വിശേഷിപ്പിക്കുന്നതിനെ നമ്മൾ അഡ്ജക്റ്റീവുകൾ എന്നാണ് പറയുക. അതായത് നാമവിശേഷണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗേൾ, എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇപ്പോൾ ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്താണ്, നാമമാണ് അല്ലേ. അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോഴെന്താ, ആ ഗേൾ എന്നതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവിന് ഉദാഹരണമാണ്. അതുപോലെ വെർബുകൾ, ക്രിയകളെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ക്രിയകളെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെ നമ്മൾ ആഡ്വർബ് എന്ന് പറയും. ഓക്കെ. ഉദാഹരണം പറയുകയാണെങ്കിൽ റണ്ണിങ് ഫാസ്റ്റ്. ഓക്കെ. റണ്ണിങ് എന്ന് പറയുക ഓടുക എന്നർത്ഥം, ഒരു വെർബാണ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാലോ വേഗത്തിൽ. അപ്പം ആ ഓട്ടത്തിനെ വിശേഷിപ്പിക്കുന്നതായതിനാൽ അതൊരു ആഡ്വർബിന് ഉദാഹരണമാണ്, അതായത് ക്രിയാവിശേഷണം. അപ്പോൾ അതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, സ്ട്രീമിനെ നമ്മൾ എഴുതി ക്ലിയർ സ്ട്രീം. ഇനി ഡ്രീമിനെ നമുക്ക് എഴുതെന്താ, എ ബ്യൂട്ടിഫുൾ ഡ്രീം എഴുതിക്കൂടെ. പിന്നെ നൈറ്റിനെ ഡാർക്ക് നൈറ്റ് എന്ന് എഴുതാം. അതുപോലെ തന്നെ സ്പിരിറ്റിനെ ഗുഡ് സ്പിരിറ്റ് എന്ന് എഴുതാം. വുഡിനെ മാജിക്കൽ വുഡ് എന്ന് എഴുതാം. ഗ്രൂവിനെ സാക്രഡ് ഗ്രൂവ് എന്ന് എഴുതാം. ഗ്യാദറിനെ ഗ്യാദർ റൗണ്ട് എന്ന് എഴുതാം. ഗ്ലീമിനെ ഗ്ലീം ബ്രൈറ്റ്ലി, മിന്നിത്തിളങ്ങ, നല്ല തിളങ്ങ എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ. അപ്പം സ്റ്റാർസിനെ നല്ല ബ്രൈറ്റ് സ്റ്റാർസ് എന്നൊക്കെ എഴുതാം. ഓക്കെ.
നല്ല തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്തത് സിൻക്വൻസ്. റൈറ്റ് ഇൻ സിൻക്വൻസ് എന്നാണ് പറയുന്നത്. സിൻക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ 5 ലൈൻ പോയം. 5 വരികളുള്ള പോയത്തിനെയാണ് സിൻക്വൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഹൈക്കു പോയംസ് കേട്ടിട്ടുണ്ടല്ലോ, ഹൈക്കു പോയംസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലുള്ളതാണ് സിൻക്വനും കേട്ടോ. ഇറ്റ് ഈസ് ഇൻവെൻറ്റഡ് ബൈ അഡലേഡെ ക്രാപ്സി. അപ്പം അവരാണ് ഇത് കണ്ടുപിടിച്ചത്. ഷി വാസ് എൻ അമേരിക്കൻ പോയറ്റ്, ഒരു അമേരിക്കൻ കവയിത്രിയായിരുന്നു. ഹു ടുക്ക് ഹർ ഇൻസ്പിറേഷൻ ഫ്രം ജാപ്പനീസ് ഹൈക്കു ആൻഡ് ടാങ്ക. നമ്മൾ പറഞ്ഞു ജപ്പാനിൽ ഉത്ഭവിച്ച ഹൈക്കു പോയംസിൻ്റെ ഒക്കെ ഇൻസ്പിറേഷനിലൂടെയാണ് അവർ ഇതും എഴുതിയത്. ആൻഡ് എ കളക്ഷൻ ഓഫ് പോയംസ് ടൈറ്റിൽ വേർഡ്സ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1915 ആൻഡ് ഇൻക്ലൂഡഡ് 28 സിൻക്വൻസ്. അവരങ്ങനെ 1915 എന്ത് ചെയ്തു, ഇതുപോലെ ഒരു പോയറ്റിക് കളക്ഷൻ ഉണ്ടാക്കി, ഒരു 28 സിൻക്വൻസ് ചേർന്നത്. അപ്പം സിൻക്വൻ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മളൊരു നൗൺ എഴുതുന്നു. പിന്നെ എന്താ എഴുതുക രണ്ടാമത്തെ വരിയിൽ? 2 വേർഡ്സ് ഡിസ്ക്രൈബിങ് ദ നൗൺ. ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന 2 വാക്കുകൾ എഴുതുന്നു. മൂന്നാമത്തേത് 3 വേർഡ്സ് ഷോയിങ് വാട്ട് ദി നൗൺ ഡു. അപ്പം അല്ലെങ്കിൽ നൗൺ ഡസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൗൺ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ വരിയിൽ എഴുതുന്നു. നാലാമത്തെ വരിയിലോ ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന ചെറിയൊരു ഫ്രേസ് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പര്യായ പദം എഴുതുന്നു 5ാമത്തെ ലൈനിൽ. അപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഒരുപാട് മെനി വേരിയേഷൻസ് ഓഫ് സിൻക്വൻസ് നമുക്ക് അവൈലബിൾ ആണ്. സിൻക്വൻ ഫോം 1, സിൻക്വൻ ഫോം 2, കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ സിൻക്വൻ ഫോം 1. ഇതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നോക്കിക്കേ, എക്സാമ്പിൾ 1 കാണിച്ചിരിക്കുന്ന നോക്കിക്കേ. സ്നോ മഞ്ഞ് അല്ലേ, അതിനെ വിശേഷിപ്പിക്കുന്ന 2 വാക്കുകൾ എഴുതി. ലവ്ലി ആൻഡ് വൈറ്റ്, നല്ല ഭംഗിയുള്ളതാണ്, സ്നേഹം. നമുക്ക് ഇല്ലേ കണ്ടാൽ തന്നെ നമുക്കിനെ എടുക്കാനിങ്ങനെ തോന്നും. അപ്പം സ്നോയ്ക്ക് 2 ഡിസ്ക്രൈബിങ് വേർഡ്സ് എഴുതി, ലവ്ലിയും വൈറ്റും. ഇനി അതിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് അതെന്താണ് ചെയ്യുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മൂന്നാമത്തെ വരി. എന്താ ചെയ്യുന്നത്? ഫോളിങ്, ഡാൻസിങ്, ഡ്രിഫ്റ്റിംഗ്. അപ്പോൾ വെർബുകളാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഇതൊക്കെ അവർ ചെയ്യാം. ഫോളിങ് താഴെ വീഴാറുണ്ട്, ഡാൻസിങ് ഡാൻസ് ചെയ്യാറുണ്ട്, ഡ്രിഫ്റ്റിംഗ് യെസ്. ദെൻ അടുത്തത് നമ്മൾ എന്താ എഴുതിയത്? കവറിങ് എവരിത്തിങ് ഇൻ ടച്ചസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനെയും അത് തൊടുന്ന എല്ലാത്തിനെയും അതിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു അല്ലേ. മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കാറുണ്ട്. വീടിൻ്റെ മുകളിലാണ് മഞ്ഞുകൾ വീഴുന്നതെങ്കിൽ മഞ്ഞുകട്ടകൾ വീട് മുഴുവൻ വീഴും അല്ലേ, അതിനെ പൊതിഞ്ഞ് നിൽക്കും. അപ്പം യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. അവസാനം അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതപ്പായിട്ട് കണക്കാക്കാം അല്ലേ. ഒരു വെള്ള പുതപ്പ് വിരിച്ച പോലെ അല്ലേ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് ഉള്ള സ്ഥലങ്ങൾ കാണുക. അപ്പം ബ്ലാങ്കറ്റ്. ഓക്കെ. വേറൊരു എക്സാമ്പിൾ ടീച്ചറെ പറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആണ്, സിൻസിയർ ആണ് അല്ലേ. നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, സിൻസിയർ ആയിരിക്കും. അതേപോലെ ടീച്ചിങ്, കറക്റ്റിംഗ്, ഗൈഡിങ്, ഇതൊക്കെയാണ് ടീച്ചർ ചെയ്യുന്ന ജോബ്സ്. അതാണ് മൂന്നാമത്തെ ലൈനിൽ എഴുതേണ്ടത്. ഓൾവേസ് റെഡി ടു ഹെൽപ്പ്, അതാണ് അതിനെ പറ്റിയൊരു ഫ്രേസ്, ടീച്ചറെ പറ്റിയൊരു ഫ്രേസ് എഴുതുന്നത്. ആൻഡ് ഗുരു, മറ്റൊരു വാക്കാണ് ഗുരു അല്ലേ. ഈ രീതിയിൽ നിങ്ങൾ 1-2 ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത് കേട്ടോ. സിൻക്വൻ ഫോം 2 ഉണ്ട്, അത് ജസ്റ്റ് നോക്കുക. അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. ദെൻ ആക്ടിവിറ്റി 2 നോക്കിക്കേ. ഐഡൻറ്റിഫൈ ദ കീ മൊമെൻറ്റ്സ് ഇൻ ദ പോയം. പോയത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാന നാഴികക്കല്ലുകൾ കണ്ടെത്തി എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങൾ വരിയായിട്ട് എഴുതാനാണ് പറഞ്ഞത്. എങ്ങനെ എഴുതിയത്? ദ പോയറ്റ് ഡ്രീംസ് ഓഫ് ബീയിങ് ഇൻ എ മാജിക്കൽ വുഡ്. ആദ്യം പോയറ്റ് ഒരു മാജിക്കൽ വുഡിലെത്തിയതുപോലെ കണ്ടു. ആൻഡ് ഷീ ഈസ് സോൾ ഡീപ്പ് ഇൻ വിഷൻസ് വിച്ച് സ്പ്രാങ് ലൈക്ക് പോപ്പീസ്. അടുത്തത് എന്താ? ഷീ ഈസ് സോൾ ഡീപ്പ് ഇൻ വിഷൻസ് വിച്ച് സ്പ്രാങ് ലൈക്ക് പോപ്പിച്ചെടികളിലെ പൂക്കൾ വിടരുന്നത് പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സോൾ ഡീപ്പ് ഇൻ വിഷൻസ് ആയിരുന്നു അല്ലേ. അടുത്തത് പിന്നെ നമുക്ക് എഴുതാം. ഷീ കൺസിഡേർഡ് ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് ആസ് എ ബേർഡ്സ് ദാറ്റ് സാങ്. പിന്നെ എന്താ? സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ കണ്ടു, സ്പിരിറ്റ്സ് ഓഫ് ലവ് കണ്ടു, സ്പിരിറ്റ്സ് ഓഫ് പീസ് കണ്ടു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, എഴുതാണ് കേട്ടോ. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ടിട്ടുള്ള മേജർ പോയിൻറ്റ്സ് എഴുതാം. യെസ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദം അപ്പീൽസ് ടു യു മോസ്റ്റ്, വൈ? അപ്പം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. The last one appeals to me most. I like to imagine standing in the light of the magical grove, feeling stars of the spirits of love gather and gleam around my youth. അപ്പം ചോദിക്കുകയാണ്, നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ, എനിക്കിതാണ് ഭയങ്കര ഇഷ്ടമായത്. കാരണം എന്താ, നമ്മളെ ചുറ്റിനും ഇങ്ങനെ നക്ഷത്രം, സ്നേഹത്തിൻ്റെ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന കാഴ്ച എത്ര മനോഹരമായിരിക്കും അല്ലേ. അതാണ് എനിക്കിഷ്ടമായത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രീം ഓഫ് ലവ് ആണ് സ്ട്രീം ഓഫ് പീസാണ് ഇഷ്ടമായതെങ്കിൽ അത് എഴുതാം. അല്ലെങ്കിൽ സ്പിരിറ്റ്സ് ഓഫ് ബേർഡ്സിൻ്റെ പാട്ടുകൾ കേൾക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാം കേട്ടോ.
അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി ആക്ടിവിറ്റി 3 നോക്കിക്കേ, പേജ് നമ്പർ 57. ക്വസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്. റീഡ് ദ എക്സ്പ്രഷൻ മാജിക്കൽ വുഡ്. വാട്ട് പിക്ചർ കംസ് ടു യുവർ മൈൻഡ്? ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡ്രോ പിക്ചേഴ്സ് ഇൻ യുവർ ഓൺ വേ. അപ്പം അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മാജിക്കൽ വുഡ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നു, ഒരു 2 വാക്കുകൾ ചേർന്നുള്ളൊരു ഫ്രേസ് തന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനൊരു മാജിക്കൽ വുഡിൽ നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളും ചെടികളും മരങ്ങളും നക്ഷത്രവും എല്ലാമുള്ള ഒരു മാജിക്കൽ വുഡ് അല്ലേ, മാന്ത്രിക സ്ഥലം. അപ്പം അതാണ് എനിക്കിങ്ങനെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പം നമുക്ക് ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ, വാക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലെ ചിത്രങ്ങൾ ഇങ്ങനെ വരാറുണ്ട് അല്ലേ. നേരെ മറിച്ചോ ഇടിമുഴക്കം, നമ്മൾ ബാങ്ക് ദ ഡ്രം പഠിച്ചു അല്ലേ. ബാങ്ക് ദ ഡ്രം എന്ന് പറയുന്ന ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഒരു പെരുമ്പറയുടെ മുഴക്കാണ് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക. അതേപോലെ തന്നെ പിന്നെ നിങ്ങളോട് പറയണം നല്ല ചിക്കനും പൊറോട്ടയും അല്ലെങ്കിൽ അത് ബീഫും പൊറോട്ടയും കൂടി ഇങ്ങനെ നമ്മളിങ്ങനെ കുഴച്ചിങ്ങിട്ട് ഇടിച്ചാണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ എന്താ, മനസ്സിലേക്ക് നമുക്ക് എന്താ നാവിൽ രുചിയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ചിക്കനും ഇല്ല പൊറോട്ടയും ഇല്ല, അതേപോലെ മാജിക്കൽ വുഡും ഇല്ല, അതേപോലെ ഡ്രമ്മും ഇല്ല, അത് നമ്മൾ അടിക്കണമില്ല. പക്ഷെ വാക്കുകൾ കൊണ്ട് ഈ രീതിയിൽ നമ്മുടെ സെൻസിനെ, നമ്മുടെ ഓരോ സെൻസിനെയും, ഇപ്പോൾ കണ്ണിനെയും മൂക്കിനെയും നാവിനെയും ഒക്കെ എന്തെല്ലാം മുല്ലപ്പൂ മണം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്മെല്ലിങ്ങനെ വരുന്ന പോലെ തോന്നും അല്ലേ. അപ്പം ഈ രീതിയിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്താൻ കഴിയുന്ന വാക്കുകളെ നമ്മൾ എന്ത് പറയും? ഇമേജറികൾ എന്ന് പറയും. എന്താ പറയുക? ഇമേജറികൾ, ഇമേജസ് എന്ന് പറയും. അത് വിഷ്വൽ ഇമേജ് ഉണ്ട്. വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച. അപ്പോൾ വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വാഗ്മയ ചിത്രങ്ങൾ. നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മളിങ്ങനെ പാടാണ്, അതാ അങ്ങോട്ട് നോക്കൂ, കഥാപ്രസംഗമൊക്കെ പറയുമ്പോഴല്ലേ പച്ച വിരിച്ച പുൽപ്പാടങ്ങൾ, അതിനിടവഴിയിൽ അതാ അവിടെ ഒരു ഇടവഴി, അതിനിടയിലൂടെ അതാ ഒരു പെൺകുട്ടി മന്ദം മന്ദം നടന്നു വരികയാണ് സുഹൃത്തുക്കളെ, നിങ്ങളത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താവും, നമുക്ക് ഓൾറെഡി എന്താണ് ഒരു ചിത്രം മനസ്സിലിങ്ങനെ വരികയാണ് അല്ലേ. അപ്പം ഈ രീതിയിലുള്ളതാണ് വാഗ്മയ ചിത്രങ്ങൾ അഥവാ വിഷ്വൽ ഇമേജസ്. ഓക്കെ. അല്ല, നമുക്ക് കേൾക്കുന്ന ബാങ്ക് ദ ഡ്രം എന്ന് വെച്ചാൽ ആ പെരുമ്പറ മുഴക്കം പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓഡിറ്ററി ഇമേജസ്. ഓക്കെ. അപ്പം ഈ രീതിയിലൊക്കെ ഇമേജസ് ഉണ്ട്. അപ്പോൾ ഈ പോയത്തിൽ നിന്നുള്ള വിഷ്വൽ ഇമേജസ് എടുത്തെഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം നമുക്കിത് അവിടെ ഒരു എന്ത് തന്നിട്ടുണ്ട്, ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്വൽ ഇമേജസ് എന്താ? എ ഫൈൻ ഫോറസ്റ്റ്, മാജിക്കൽ വുഡ് അല്ലേ, അതൊരു വിഷ്വൽ ഇമേജ് അല്ലേ. അതുപോലെ ബേർഡ്സ് ഫ്ലൈയിങ് എബൌട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സ് സിങ് ചെയ്തുകൊണ്ട് പാടുന്നു അല്ലേ. അത് കേൾക്കുമ്പോൾ നമുക്കെന്ത് മനസ്സിലാവേണ്ട, അതൊരു വിഷ്വൽ ഇമേജ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ലേ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്ററി ഇമേജും കൂടിയാണ്. ദെൻ വരുന്നത് ഗ്ലോയിങ് സ്റ്റാർസ് ഇൻ ദ സ്കൈ, പിന്നെ ആകാശത്തിൽ മിന്നി മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ദെൻ എ റിവർ ഫ്ലോയിങ് ത്രൂ ദ ഫോറസ്റ്റ്, അതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ് അല്ലേ. അപ്പോൾ പിന്നെ പോപ്പി ലൈക്ക് സ്പ്രാങ്, പോപ്പി ചെടികളിൽ പൂക്കൾ വരുന്നത്. ഓക്കെ, യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ദെൻ പിന്നെ അടുത്ത ചോദ്യം എന്നറിയോ, നൗ ഫ്രം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഐഡൻറ്റിഫൈ significant scenes in the poem which can be used for presenting a tableau. ടാബ്ലൂ എന്താണ് എന്ന് പറയുന്നത്, ടാബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സീനിൽ, അതായത് ഒരു കൊറിയോഗ്രഫി ഒക്കെ ഉണ്ടാക്കല്ലേ നമ്മൾ. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ആണെങ്കിൽ എ ടാബ്ലൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് മോഡൽസ് ഓർ മോഷൻലെസ് ഫിഗേഴ്സ് റെപ്രസെൻറ്റിങ് എ സീൻ ഫ്രം എ സ്റ്റോറി ഓർ പോയം. നമ്മൾ സ്റ്റേജിലൊക്കെ മൈമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരേ വേഷമിട്ട് വന്നിട്ട് അവരിങ്ങനെ സ്റ്റേജിൽ സ്റ്റാച്യു പോലെയൊക്കെ നിൽക്കും, ചിലപ്പോൾ ചില ആക്ഷൻസൊക്കെ കാണിക്കും. ടാബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്റ്റിൽ മോഡൽ പോലെയൊക്കെ നിൽക്കുക, പക്ഷെ നമുക്ക് അതിനകത്തുനിന്നൊരു മെസ്സേജ് കിട്ടുന്നുണ്ടായിരിക്കും. അതേപോലത്തെ ടാബ്ലൂ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. മോഷൻലെസ് പിക്ചേഴ്സാണ്, അതായത് നമ്മളിങ്ങനെ നിൽക്കുന്നു, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഐഡിയ കിട്ടുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ലെറ്റേഴ്സിൻ്റെ രൂപത്തിൽ നിങ്ങൾ ക്ലാസ്സിൽ നിൽക്കുന്ന ആക്ഷൻ കളികളൊക്കെ കളിച്ചിട്ടില്ലേ, അതായത് ഒരാൾ എ പോലെ നിൽക്കും, ഒരാൾ ബി പോലെ നിൽക്കും, അല്ലെങ്കിൽ ഒരു വാക്ക് തരും, അതിൽ പല ലെറ്റേഴ്സായിട്ട് നിങ്ങൾ നിൽക്കും. അപ്പോൾ വാക്ക് എന്താണെന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയണം. സോ ലൈക്ക് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാബ്ലൂസ് ഉണ്ടാക്കാം കേട്ടോ. ദെൻ ആക്ടിവിറ്റി 4 നോക്കൂ. A few poetic devices are given below. Write them against the correct meaning given in column B, then complete column C. അപ്പോൾ താഴെ കുറച്ച് പോയറ്റിക് ഡിവൈസസ് തന്നിട്ടുണ്ട്, അതെന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. സിമിലി എന്തായിരുന്നു,
രണ്ട് വസ്തുക്കളെ നമ്മൾ കമ്പയർ ചെയ്യുക ആസോ ലൈക്കോ ഉപയോഗിച്ചും കൊണ്ട് അല്ലേ. അതുതന്നെയല്ലേ അവിടെ എഴുതിയത്, എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. അപ്പം അതിനുള്ളൊരു എക്സാമ്പിൾ എന്താ, സോൾഡീവ് വിഷൻസ് ലൈക്ക് പോപ്പി ലൈക്ക് സ്പ്രാങ്. അപ്പം ലൈക്ക് പോപ്പി എന്ന് പറയുന്ന ആ ഒരു ലൈക്ക് അവിടെ ഉള്ളതുകൊണ്ട് അതൊരു സിമിലിക്ക് എക്സാമ്പിളാണ്. മിടുക്കന്മാർ, അത് നിങ്ങൾക്ക് അറിയാം അല്ലേ. ദെൻ മെറ്റഫർ. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ അൺലൈക്ക് തിങ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് വൺ ഈസ് ദി അതർ ഓർ ഡസ് ദി ആക്ഷൻ ഓഫ് ദി അതർ. അതായത് ഒന്ന് മറ്റൊന്നാണ് എന്ന് നിർബന്ധപൂർവ്വം ഉറപ്പിച്ച് തന്നെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, യെസ് നമ്മൾ മെറ്റഫർ എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ആം ലൈക്ക് എ ലയൺ, ഞാനൊരു സിംഹത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ, അത് സിമിലിയാണ്. ഐ ആം എ ലയൺ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ സിംഹം തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ, അത് മെറ്റഫർ. അപ്പോൾ അതേപോലെ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, എന്താണ്, ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ, സത്യത്തിൻ്റെ ആത്മാവ് തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയണമായിരുന്നു, സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, സ്പിരിറ്റ്സ് ലൈക്ക് ട്രൂത്ത് എന്ന് പറഞ്ഞ് വരണമെന്ന്. അപ്പോൾ എന്താ സിമിലി ആവും അല്ലേ. സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന്. വേർ ദ ബേർഡ്സ് ദാറ്റ് സാങ്. അപ്പോൾ എന്താ, വേർ ദ ബേർഡ്സ് ദാറ്റ് സാങ് എന്ന് പറഞ്ഞാൽ ആ പക്ഷികൾ പാടുന്നത് മുഴുവനും സത്യത്തിൻ്റെ പാട്ടുകൾ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ, അത് മെറ്റഫറാണ്, അത് തന്നെയാണ്. നേരെ മറിച്ച് അതുപോലെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ സിമിലിയായി മാറിയേനെ അല്ലേ. യെസ്. ദെൻ വരുന്നത് അലിറ്ററേഷൻ. അലിറ്ററേഷൻ എന്താ, റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് ഇൻ ദ സെയിം ലൈൻ. ഇപ്പം നമ്മൾ പറയാറുണ്ട് അലിറ്ററേഷൻ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അറിയാം, പച്ചപ്പാനന്ദത്തെ പുന്നാര പൂമുത്തി. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അലിറ്ററേഷൻ. കാരണം എന്താ, പച്ചപ്പാനന്ദത്തിൽ പാപ്പ തന്നെയാണ്, പച്ചപ്പാനന്ദത്തിൽ രണ്ടും തുടക്കത്തിൽ പാപ്പ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ. പുന്നാര പൂമുത്തി അവിടെ എന്താ, പാ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നിങ്ങൾക്കറിയാം വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട് സ്വരാക്ഷരങ്ങളും ഉണ്ട് അല്ലേ. ഇംഗ്ലീഷിൽ സ്വരാക്ഷരങ്ങൾക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, എ ഇ ഐ ഒ യു അല്ലേ, വവൽ സൗണ്ട്സ്. ബാക്കി വരുന്ന 25 എന്ത് തന്നെയാണ്, ബി സി ഡി അങ്ങനെ പോകും. അതെല്ലാം എന്താണ്, കോൺസണന്റ് സൗണ്ട്സ് അഥവാ വ്യഞ്ജന ശബ്ദങ്ങളാണ്. അപ്പോൾ വ്യഞ്ജന ശബ്ദങ്ങൾ ഒരേ വരിയിൽ റിപ്പീറ്റ് ചെയ്യുക, ആദ്യത്തെ അതായത് വാക്കുകളിലെ ആദ്യത്തെ അക്ഷരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ നമ്മൾ കോൺസണന്റ് സൗണ്ട്സ് അഥവാ അലിറ്ററേഷൻ എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറയാം പച്ചപ്പനന്തത്തെ, അതൊരു ഉദാഹരണമാണ്. ഇപ്പം ഷീ സെൽസ് സീ ഷെൽസ് ഇൻ ദ സീ ഷോർ അങ്ങനല്ലേ. യെസ്. അപ്പം അതിനകത്ത് എന്താണ്, എസ് എസ് എന്ന് പറയുന്ന അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വന്നു അല്ലേ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. അതൊരു അലിട്രേഷൻ എക്സാമ്പിളാണ്. കാരണം എസ് എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു എന്ന് അഥവാ വവൽ സൗണ്ട്സിൽ ഉൾപ്പെടുന്ന ഒന്നാണോ, അല്ല, വ്യഞ്ജന ശബ്ദമാണ് അല്ലേ. അപ്പം അതിൻ്റെ റിപ്പീറ്റേഷനാണ് എന്ത് പറയുന്നത്, കോൺസണൻറ്റ് ലെറ്റേഴ്സിൻ്റെ റിപ്പീറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, യെസ് അലിട്രേഷൻ എന്ന് പറയുന്നത്. മറ്റത് വ്യഞ്ജന ശബ്ദങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് അസനൻസ് എന്ന് പറയും. എന്നാലും അലിട്രേഷനാണ് നിങ്ങളോട് ചോദിക്കുക കേട്ടോ. അസനൻസ് അങ്ങനെ ചോദിക്കാറില്ല, എക്സാമിന് എപ്പോഴും അലിറ്ററേഷനാണ് ചോദിക്കുക. യെസ്. ദെൻ അടുത്തത് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിങ് ഹ്യൂമൻ ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ടു ആൻ ഇനാനിമേറ്റ് ഒബ്ജക്റ്റ്. അതായത് നമുക്കറിയാം ഇപ്പം ഇനാനിമേറ്റ് ആയിട്ടുള്ള മനുഷ്യനല്ലാത്ത വസ്തുക്കളുണ്ടല്ലോ, അവയ്ക്ക് നമ്മൾ മനുഷ്യൻ്റെ ക്വാളിറ്റി കൊടുക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. അതായത് ഇപ്പം നോക്കിക്കേ, ഐ ഹേർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. അപ്പം നമ്മൾ ബേർഡ്സ് പാട്ട് പാടുന്നു എന്ന് പറയുന്നത്, ശരിക്കും ബേർഡ്സ് പാട്ട് പാടുമോ, ഇല്ലല്ലോ. അവരുടെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ. നമ്മളതിനെ പാട്ടാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പാട്ട് പാടുന്നത് ആരാ, ഹ്യൂമൻ ബീയിങ്സ് ആണല്ലേ, മനുഷ്യരാണ്. അപ്പോൾ മറ്റൊരു വസ്തു ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു രീതിയിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം കേട്ടോ. യെസ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 5, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഡു യു ലൈക്ക് ദ പോയം? വൈ? നിങ്ങൾക്ക് പോയം ഇഷ്ടമായോ, എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? പോയത്തിൻ്റെ തീം എന്താണ്? പിക്ക് ഔട്ട് എ ലൈൻ ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. എന്നുവെച്ചാൽ തീമിനെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്കൊരു കവിതയുടെ ആശയം എന്താണെന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്ന വരികളുണ്ടെങ്കിൽ എടുത്തെഴുതൂ. ദെൻ വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ഈസ് എ ഡ്രാമാറ്റിക് സിറ്റുവേഷൻ ഓഫ് ദ പോയം? പോയത്തിൻ്റെ ഒരു നാടകീയതയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിച്ച് ലൈൻ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ്? വാട്ട് മെസ്സേജസ് ഡസ് ദ പോയം കൺവേ? എന്ത് മെസ്സേജാണ് പോയം കൺവേ ചെയ്യുന്നത്? ഹൗ ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം റിലേറ്റഡ് ടു ഇറ്റ്സ് തീം? എങ്ങനെയാണ് പോയത്തിൻ്റെ ടൈറ്റിൽ തലക്കെട്ട് പോയത്തിൻ്റെ തീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ഈസ് റിവീൽഡ് ഇൻ ദ പോയം? പോയത്തിലൂടെ പോയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, മനോഭാവം എന്താണ്? ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ നിങ്ങൾക്കൊരു കാര്യം കിട്ടും.
ഈ പോയത്തിൻ്റെ ഒരു അപ്രിസിയേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാണിച്ചു തന്നായിരുന്നു ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് അപ്രിസിയേഷനാണ്. നൗ റൈറ്റ് ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോയം. യു മേ ഗെറ്റ് ഐഡിയാസ് ഫ്രം ദ സാമ്പിൾ ഗൈഡ് ലൈൻ ബിലോ. അപ്പം ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ആസ്വാദനം. ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താ? ആദ്യം നമ്മൾ ആ പോയറ്റിനെ പറ്റിയിട്ട് എഴുതുന്നു. യെസ്, സരോജിനി നായിഡു, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എഴുതിക്കൂടെ? ദെൻ മെയിൻ തീം ഓഫ് ദി പോയം, പോയത്തിൻ്റെ മെയിൻ തീം. അത് കഴിഞ്ഞു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കഴിഞ്ഞിട്ടോ. രണ്ടാമത്തത് ലിറ്ററൽ മീനിങ്, പാരഫ്രൈസിങ് ആണ്. വെച്ചാൽ എന്താണ് ഇതിൻ്റെ ഒരു ലിറ്ററൽ വരികളുടെ അർത്ഥമായിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നതെന്നുള്ള രീതിയിൽ എഴുതാം. ഇനി അടുത്തത് ഇമേജറി, കവിതയിലുള്ള ഇമേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ എഴുതുന്നു. അടുത്തത് ലിറിക്കൽ ക്വാളിറ്റീസ്, അതിൻ്റെ മ്യൂസിക്കാലിറ്റി, പാട്ട് പോലെ പാടാൻ പറ്റുന്നുണ്ടോ അല്ലേ, റൈം, അലിട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതുന്നു. ദെൻ ഫിഗറേറ്റീവ് മീനിങ്, അടുത്ത് നമ്മൾ എഴുതുന്നത് പോയറ്റിക് ഡിവൈസസിൻ്റെ യൂസേജസ് ഒക്കെയാണ്. ദെൻ മെസ്സേജ്, എന്ത് മെസ്സേജാണ് ആ ഒരു പോയിന്റ് നമുക്ക് തരുന്നത്. അത് അങ്ങനെ നമ്മളൊരു മെസ്സേജ് തന്നാൽ വെറുതെ മെസ്സേജ് തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരെ, അത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് പറയണം. ഓക്കെ, ദെൻ കൺക്ലൂഷൻ, ദെൻ എന്ത് ചെയ്യാണ്, ആ ഒരു പോയത്തിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തി നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനൊരു ആൻസർ ഇത് അവിടെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. Song of a Dream is a beautiful lyric written by Sarojini Naidu. It illustrates the poets, illustrate എന്ന് പറഞ്ഞാൽ ഉദാഹരണം ആക്കി തരുന്നത്, the poets longing to dwell in an idyllic place marked by the absence of any evil or vice. She expresses her desire in the form of a dream and describes the idealized places as a magical wood in the land of sleep. അപ്പം അങ്ങനെ എഴുതാം കേട്ടോ. ഓക്കെ, okay, truth is transformed into singing birds, love into glowing stars and peace into flowing streams. ഓക്കെ, ആ രീതിയിൽ എഴുതാം. ഇത് ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഇതന്നെ കോപ്പി അടിച്ച് എഴുതണ്ട, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതണം. ഓക്കെ, ദെൻ കുറേ എഴുതാനുണ്ടാവും. അപ്രിസിയേഷൻ എന്ന് പറയുമ്പം ഒരു പേജ് 1.5 പേജ് എഴുതാനുണ്ടാവും കേട്ടോ. കാരണം നമ്മളിങ്ങനെ പാരഗ്രാഫാക്കി വരുമ്പോൾ തന്നെ കുറേ ഉണ്ടാവും. യെസ്, ദെൻ ടിപ്സ് ഫോർ റൈറ്റിംഗ് അപ്രിസിയേഷൻ ഓഫ് ദ പോയം. അപ്പോൾ പോയം എഴുതാനുള്ള കുറച്ച് ടിപ്സ്, അപ്രിസിയേഷൻ എഴുതാനുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത്. ഹു റോട്ട് ദ പോയം, വാട്ട് ഈസ് ദ പോയം എബൌട്ട്, തീം എന്താണ്, അതിൻ്റെ ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, ദെൻ ഇമേജറി എന്താണ്, മെറ്റഫർ എന്താണ്, പേഴ്സോണിഫിക്കേഷൻ എന്താണ്, പിന്നെ അതിൻ്റെ സൗണ്ട്സ്, അതായത് എങ്ങനെയാണ് ആ പോയം, അതിൻ്റെ ഹാർമണി വിത്ത് തോട്ട് ആൻഡ് ഇമേജറി. ദെൻ അടുത്തത് ഫോം, എങ്ങനെയാണ് ആ ഒരു പോയം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, ഹൗ ഈസ് ദ പോയം സ്ട്രക്ചേർഡ്, ഹൗ ആർ ദ സ്റ്റാൻസസ് ഓർഗനൈസ്ഡ്, എങ്ങനെയാണ് സ്റ്റാൻസ്, എങ്ങനെയാണ് നമുക്ക് എത്ര ഉണ്ട്, ആകെ 2 സ്റ്റാൻസായേ ഉള്ളൂ അല്ലേ, ഒരു സിമ്പിൾ പോയാണ്, ആ രീതിയിലൊക്കെ നമുക്ക് എഴുതാം. യെസ്, പിന്നെ അതുപോലെ തന്നെ is the structure itself conventional such as sonnet, ode, elegy, ballad, epic etc. യെസ്, അപ്പോൾ എന്താണ്, ഒരു കൺവെൻഷനൽ ആയിട്ടുള്ളൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പണ്ടത്തെ സൊണറ്റിൻ്റെ ഒക്കെ പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. സോ ദീസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ ദ പോയം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.